ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചയ്ക്ക് കളമൊരുക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഇറാൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ഡിഫൻസ് ഫോഴ്സ് ചീഫ് മാർഷൽ അസീം മുനീറിനും അയച്ച കത്തിലാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി നന്ദി രേഖപ്പെടുത്തിയത്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഇറാനും അമേരിക്കയും ഉടനടി വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ട്. ലബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് അറാഖ്ചി അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇന പദ്ധതിയിൽ പ്രധാനമായും 2 ആവശ്യങ്ങളാണുള്ളത്. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി അംഗീകരിക്കുക, ഇറാനെതിരെയുള്ള എല്ലാ ഉപരോധങ്ങളും നീക്കം ചെയ്യുക എന്നിവയാണിവ. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന നിർദ്ദേശങ്ങളും ഇറാന്റെ 10 ഇന പദ്ധതിയും ചർച്ചകൾക്ക് അടിസ്ഥാനമാക്കാമെന്ന് US പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ തങ്ങളുടെ പ്രതിരോധ നീക്കങ്ങൾ നിർത്തുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി. 2 ആഴ്ചത്തേക്ക് ഹൊർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്ര സാധ്യമാകുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാന്റെ സായുധ സേനയുമായുള്ള ഏകോപനത്തിലൂടെയും സാങ്കേതിക പരിധികൾ പാലിച്ചും കപ്പലുകൾക്ക് ഈ പാത ഉപയോഗിക്കാം. തർക്കങ്ങൾ പരിഹരിച്ച് അന്തിമ കരാറിലെത്തുന്നതിനായി ഇറാനെയും അമേരിക്കയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇസ്ലാമാബാദിലേക്ക് ക്ഷണിച്ചു. ഏപ്രിൽ 10 വെള്ളിയാഴ്ചയാകും ഈ നിർണായക ചർച്ചകൾ നടത്തുക. ഇരുപക്ഷവും വലിയ വിവേകവും ധാരണയുമാണ് പ്രകടിപ്പിച്ചത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ സുസ്ഥിരമായ സമാധാനം കൈവരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു.